അമേരിക്കൻ കപ്പൽ പടകൾക്കെതിരെ ഹൂതികൾ നടത്തുന്ന ആക്രമണത്തെ ചെറുത്തുകൊണ്ട് പുതിയ കേന്ദ്രങ്ങളിൽ തീമഴ പെയ്ച്ച US വ്യോമസേന. ദൃശ്യങ്ങൾ വ്യോമസേന തന്നെ പുറത്തുവിട്ടിരുന്നു. ആക്രമണത്തിൽ 50-ലധികം ആളുകൾ കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ. ആക്രമണത്തിന് മുന്നോടിയായി വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഹൂതികളെ തുടച്ചു നീക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ചെങ്കടലിലെ കപ്പൽ ആക്രമണങ്ങൾ ഹൂതികൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഹൂതികൾക്ക് പിന്തുണ നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും ഇറാനോടും ട്രംപ് ആവശ്യപ്പെട്ടു. ട്രംപ് 2ാം തവണ പ്രസിഡന്റായ ശേഷം മധ്യപൂർവ്വ ദേശത്ത് നടത്തുന്ന ഏറ്റവും വലിയ സൈനിക നടപടിയാണിത്. 2023 നവംബർ മുതൽ ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും മിസൈലുകൾ, ഡ്രോണുകൾ, ചെറുബോട്ടുകൾ എന്നിവ ഉപയോഗിച്ച് ഡസൻ കണക്കിന് വാണിജ്യ കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചിട്ടുണ്ട്. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനാണ് ഇസ്രായേലിന്റെ കപ്പലുകൾ ഉൾപ്പെടെ ആക്രമിക്കുന്നതെന്നാണ് ഹൂതികളുടെ വിശദീകരണം. ഹൂതികളെ മുൻനിർത്തി USനെ ഭീഷണിപ്പെടുത്തിയാൽ തുടർന്നുള്ള ഭവിഷ്യത്തുകൾക്ക് ഇറാൻ മാത്രമായിരിക്കും ഉത്തരവാദിയെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനുമായി ആണവ കരാറിനെക്കുറിച്ച് ചർച്ച നടത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് ദിവസങ്ങൾക്കുള്ളിലാണ് മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയത്. അതേസമയം US ആക്രമണങ്ങളെ തുടർന്ന് തിങ്കളാഴ്ച ഹൂതി നിയന്ത്രണത്തിലുള്ള യമനിലുടനീളം വലിയ പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിയിരുന്നു. തലസ്ഥാനമായ സനയിൽ 10,000-കണക്കിന് പ്രകടനക്കാർ റൈഫിളുകൾ, കടാരകൾ, ഖുറാൻ എന്നിവ വീശി അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് മരണമെന്ന് ആക്രോശിച്ച് തെരുവിൽ ഇറങ്ങിയിരുന്നു.